ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കുന്നു അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ രാവിലെ എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് നോക്കാമെന്ന് കരുതി സ്റ്റോർ റൂമിൽ കയറിയ സമയത്താണ് മോൻകുട്ടന് അംഗനവാടിയിൽ നിന്ന് കിട്ടിയ കുറച്ച് കപ്പലണ്ടിയും കടലപ്പരിപ്പും അവലും അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു വന്നാൽ അംഗനവാടിയിൽ അവർക്ക് ചെയ്തു കൊടുക്കുന്ന പോലെ ഉപ്പുമാവിനകത്ത് കപ്പലണ്ടിയും കടലപ്പരിപ്പും ഒക്കെ ഇട്ട് അങ്ങനെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉപ്പുമാവ് കഴിച്ചിട്ടുള്ളപ്പം ഉഴുന്നിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ ഈ കുറച്ച് ഉഴുന്നും കൂടി ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ നോർമലി ചെയ്യുന്ന പോലെ കടുക് വറുത്തിട്ട് അതിൽ ഞാൻ കുറച്ച് ഉഴുന്നും കൂടി ആഡ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാനൂടെ കിട്ടുമല്ലോ, അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ അംഗനവാടിയിൽ നിന്ന് കിട്ടിയ കപ്പലണ്ടിയും ആ കടലപ്പരിപ്പും കൂടെ ആഡ് ചെയ്തു. അതിന് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അതങ്ങനെ വലിയ ഇത് മൂപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ ഒന്ന് കളറാവുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് നോർമൽ ആഡ് ചെയ്യുന്ന പോലെ ഞാനതിൽ വെജിറ്റബിൾസ്, അതായത് സവാളയും ക്യാരറ്റ്, പിന്നെ ഞാൻ ജസ്റ്റ് ഒരു വറ്റൽമുളകും ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്തു. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ സവാളയൊക്കെ അത് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞാൻ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അംഗനവാടി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഞുറുക്കോതും ഇട്ടിട്ട് അതിൻ്റെ ഉപ്പുമാവാണ് അംഗനവാടിയിൽ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ചെയ്യുന്നത് സാധാ നോർമൽ നമ്മൾ വറുത്ത റവ ഇട്ടിട്ടാണ് ചെയ്തത്. എന്നിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നോർമൽ റവ ഇട്ടങ്ങ് ഉപ്പുമാവാക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ ഓരോന്നോരോന്നിട്ട് ആഡ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ടൈം എനിക്ക് രാവിലെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇപ്പോൾ സവാളയും ക്യാരറ്റും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ കുറച്ച് വറ്റൽമുളകും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഞാനങ്ങ് ആഡ് ചെയ്തേ ഉള്ളൂ. അല്ലാതെ എനിക്കങ്ങനെ പ്രൊഫഷണൽ കുക്കിംഗ് ഒന്നും അല്ലാതെ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്യാത്തത് കൊണ്ട്, ഞാനിപ്പോൾ എൻ്റെ ചെയ്യുന്നൊരു കുക്കിംഗ് ഞാനൊരു വീഡിയോ ആക്കിയത് കൊണ്ട് ഞാനത് മൊത്തത്തിൽ അങ്ങ് ആഡ് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഞാൻ റവ ആഡ് ചെയ്തു. നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ റവ ഇനി ഒന്ന് ചിക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ കട്ടയായിട്ട് കിടക്കുന്നതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എന്നാലേ അത് ഒരു വെള്ളമയം ഒരു ഇത് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ഉണങ്ങിയ പോലെ അതിനകത്ത് ഇങ്ങനെ പറ്റി അവിടെ ഇരിക്കും. അപ്പോൾ അതിങ്ങനെ ഒന്ന് ചിക്കി നല്ല രീതിയിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല ഉപ്പുമാവായിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഉപ്പുമാവ് ട്രൈ ചെയ്തിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും കൊള്ളാം, നമുക്ക് കടിക്കാനൊക്കെ ഉള്ളതുകൊണ്ട്. വേണമെങ്കിൽ കുറച്ച് തേങ്ങയൊക്കെ ആഡ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇതാണെങ്കിലും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ട്രൈ ചെയ്യാൻ, ഞാനങ്ങനെ നിർബന്ധിക്കില്ല. കാരണം ഞാനിത് കുക്കിംഗ് വീഡിയോ അല്ല, ഞാൻ ചെയ്തത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ.